വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് മുഖ്യമന്ത്രി ഇപ്പോൾ മറുപടി പറഞ്ഞിരിക്കുകയാണ്. പ്രേക്ഷകർ കേട്ട് കഴിഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷത്തിന്റെ പരാതിയിൽ കഴമ്പുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചോദിച്ചറിയുന്നത്. അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, കോൺഗ്രസിന്റെ നേതാവ്, നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. വസന്ത്, ന്യൂസ് മലയാളത്തിൽ അതിഥിയായി എത്തിയതിന് നന്ദി. വളരെ വേഗത്തിൽ നമുക്ക് ചോദിച്ചും പറഞ്ഞും പോകാം. ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് താങ്കൾ കൂടി കേട്ടിരിക്കുമല്ലോ. പ്രതിപക്ഷം ഈ ഘട്ടത്തിൽ ഇതൊരു വിവാദമാക്കുന്നത് അനിവാര്യമാണോ, അല്ലെങ്കിൽ രാജ്യത്തിനാകെ, കേരളത്തിനാകെ അഭിമാനകരമായ മുഹൂർത്തമല്ലേ ഇത് വസന്ത്? തീർച്ചയായും ശ്രീബിനിൽ, മാത്രമല്ല കേരളത്തിനാകെ, കേരളത്തിലും രാജ്യത്തും ലോകത്തെമ്പാടുമുള്ള മലയാളികളെ സംബന്ധിച്ച് നമുക്ക് വലിയ അഭിമാനത്തിന്റെ നിമിഷമാണ്. പക്ഷെ ആ അഭിമാനത്തിന്റെ നിമിഷത്തിൽ രാഷ്ട്രീയം കളിക്കാൻ, അല്ലെങ്കിൽ ആ അഭിമാനത്തിൽ നഞ്ചു കലക്കാൻ തീരുമാനിക്കുന്നവരെ കൃത്യമായി രാഷ്ട്രീയപരമായി തന്നെ എതിരിടാൻ കേരളത്തിന്റെ പ്രതിപക്ഷം, കേരളത്തിന്റെ പൊതുമനസാക്ഷി തയ്യാറാണ്. നോക്കൂ, ആർക്കാണ് ഇവിടെ ബുദ്ധിമുട്ട്? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ പ്രോട്ടോകോൾ പ്രകാരം പങ്കെടുപ്പിക്കേണ്ട ഒരു ചടങ്ങിൽ നിന്ന് മാറ്റി നിർത്തുന്നത് എന്തുകൊണ്ടാണ്? പ്രതിപക്ഷ നേതാവെന്നല്ല, കോൺഗ്രസിന്റെ ഒരു ബൂത്ത് പ്രസിഡന്റ് പോലും അവിടെ പങ്കെടുത്താൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ അവിടെ അലയടിക്കുമെന്നും, ഉമ്മൻചാണ്ടി എന്ന വികസന ക്രാന്തദർശിത്വം കൊണ്ടാണ് ഇത്തരം പദ്ധതികൾ ഈ സംസ്ഥാനത്ത് വന്നതെന്നും, അത് വരുന്ന സമയത്ത് നിയമസഭയ്ക്കുള്ളിൽ ശ്രീ വി എസ് അച്യുതാനന്ദനും കോടിയേരി ബാലകൃഷ്ണനും, അന്നത്തെ പ്രതിപക്ഷ നേതാവും ഉപപ്രതിപക്ഷ നേതാവും, നിയമസഭയ്ക്ക് വെളിയിൽ ശ്രീ പിണറായി വിജയൻ, അതിന്റെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ ഈ പദ്ധതിക്ക് കടക്കൽ കത്തിവെക്കാൻ വേണ്ടി എന്തൊക്കെയാണ് പറഞ്ഞതെന്നും ജനം ഓർക്കുമെന്ന് ഭയപ്പെടുന്നത് കൊണ്ടാണോ സർക്കാർ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു പോകുന്നത് എന്നാണ് ഞങ്ങളുടെ സംശയം. ഞങ്ങളെ സംബന്ധിച്ച് ഇതിൽ യാതൊരുവിധ രാഷ്ട്രീയത്തിന്റെയും ഇടം നൽകാതെ മുമ്പോട്ട് പോകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അങ്ങേക്ക് തന്നെ അറിയാമല്ലോ, എപ്പോഴാണ് ഇവിടെ രാഷ്ട്രീയം വന്നത്? ഈ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ചർച്ച ആരംഭിച്ചത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മാറ്റി നിർത്താൻ സർക്കാർ തീരുമാനിച്ചു. 1. 2, രാജാവ് എഴുന്നള്ളുമ്പോ രാജകുടുംബം ഒട്ടാകെ എഴുന്നള്ളത്ത് നടത്തുന്നത് പോലെ രാജാവ് ഏതെങ്കിലും ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പോയാൽ രാജ്ഞിയും രാജകുമാരനും രാജകുമാരന്റെ മകനും കൂടി ഒരുമിച്ച് ഇതാ രാജാവ് എഴുന്നള്ളുന്ന എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് റോന്ത് ചുറ്റുന്നത് പോലെ കുടുംബസമേതം അവിടെ പോയി ഇതൊരു കുടുംബ പരിപാടിയാക്കി, ഫാമിലി ഫംഗ്ഷൻ ആക്കി, ഒരു കുടുംബയോഗമാക്കി മാറ്റി. വസന്ത് തെങ്ങുംപള്ളി, അതിനിപ്പോൾ മുഖ്യമന്ത്രി വിശദമായി മറുപടി നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് എന്റെ കൂടെ എന്റെ ഭാര്യയും മകളുടെ മകനും ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമായി അവരവർ കാണാൻ വേണ്ടി വന്നതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയൊന്നുമല്ല. ഞങ്ങൾ അവിടെ പോയി അതെല്ലാം കണ്ടു വന്നു എന്ന് മാത്രമാണ്. അതിനെ ഇത്ര വിവാദമാക്കേണ്ടതുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഞാനൊരു സംശയം ചോദിക്കട്ടെ. ന്യൂസ് മലയാളത്തിന്റെ XR സ്റ്റുഡിയോ, അതിന്റെ പണി പുരോഗമിക്കുന്നു. ആ പണി പുരോഗമിക്കുന്ന സമയത്ത് അങ്ങ് അവിടേക്ക് വരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയർ ചീഫ് എഡിറ്റർ വരുന്നു. ആ സമയത്ത് ഈ പണിയുടെ മുഴുവൻ ചുമതലയുള്ള ആൾ അദ്ദേഹത്തെ വിളിച്ചിരുത്തി അവിടെ വെച്ച് ഇതാ പണി ഇവിടം വരെ എത്തിയിട്ടുണ്ട്, ഇന്നതൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നതിനെ എന്താ വിളിക്കുക? അവലോകന യോഗം എന്നാണ് വിളിക്കുന്നത്. നിലവിൽ XR സ്റ്റുഡിയോ എവിടെ വരെ എത്തി, അതിന്റെ പണി എവിടം വരെ പൂർത്തിയായി എന്നുള്ളതിനെ അവലോകനം നടത്തിയാണ്. സ്വാഭാവികമായും ആ യോഗം അവലോകന യോഗമാണ്. ആ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ കുടുംബം പങ്കെടുത്തതിൽ പ്രശ്നമില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ കുടുംബമല്ലാതെ അവിടെ അൺഒഫീഷ്യലായ ഒരാളെ കാണിച്ചു തരാൻ പറ്റുമോ? പറ്റില്ല. അവിടെ ഉള്ളത് മന്ത്രിസഭയിലെ മന്ത്രിമാർ, ഈ തുറമുഖത്തിന്റെ ചുമതല വഹിക്കുന്ന IAS ഉദ്യോഗസ്ഥ, പിന്നീട് മുഖ്യമന്ത്രി, പിന്നീടുള്ളത് മുഖ്യമന്ത്രിയുടെ കുടുംബമാണ്. ആ കുടുംബം വെറും കുടുംബമല്ല കേട്ടോ. വലിയ ആരോപണങ്ങൾ നേരിടുന്ന വീണ വിജയൻ, വീണ റിയാസ്, വീണ തൈക്കണ്ടി അടക്കമുള്ളവർ അവിടെ വന്നിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായും കേരളത്തിന്റെ പൊതുമനസാക്ഷി സംശയം ഉന്നയിക്കില്ലേ? ഉന്നയിച്ചാൽ എന്താണ് കുഴപ്പം? പിന്നീട് ഞങ്ങൾ ഇതിൽ രാഷ്ട്രീയം പറയണമെന്ന് ആഗ്രഹിച്ചവരല്ല ശ്രീബിനിൽ, പക്ഷേ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഇപ്പോ കൊട്ടിഘോഷിച്ച് കൊണ്ടാട്ടം നടത്തുന്നവരുണ്ടല്ലോ, ഈ കൊട്ടിഘോഷിച്ച് ഉദ്ഘാടന മാമാങ്കം നടത്തുന്നവർ, കോൺഗ്രസ്സുകാർ ആരും അവിടേക്ക് കടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്ന, 100 മീറ്റർ ചുറ്റളവിൽ പോലും കോൺഗ്രസിന്റെ ഒരു കൊടി പോലും ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്ന ഇവർ എന്ത് പണിയാ ചെയ്യുന്നത്? അവർ നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിൽ, കോട്ടയത്തൊക്കെ പറയും ആരാന്റെ കുഞ്ഞിന്റെ നൂലുകെട്ട് നടത്തുക എന്ന്. അതായത് പക്ഷെ അതിന് മുഖ്യമന്ത്രി കൃത്യമായ മറുപടി പറയുന്നു. അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, മുഖ്യമന്ത്രി പറയുന്നത് തറക്കല്ലിട്ടത് കൊണ്ട് ഈ പരിപാടി നടക്കില്ല, അത് ആർജവത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സർക്കാരിനാണ് സാധിച്ചതെന്ന് മുഖ്യമന്ത്രി പറയുന്നു. ക്രെഡിറ്റ് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നും അദ്ദേഹം പറയുകയാണ്. തറക്കല്ലിട്ടത് കൊണ്ട് എല്ലാം പൂർത്തിയായി എന്നാണോ? അങ്ങനെയാണെങ്കിൽ തറക്കല്ല് മാത്രമേ ഇട്ടുള്ളെങ്കിൽ കേരളത്തിൽ നടന്നിട്ടുള്ള മൈൽ സ്റ്റോൺ പദ്ധതികൾ 1, 2, 3 എണ്ണി ഞാൻ പറയാം. 1, കൊച്ചി വിമാനത്താവളം വരുന്ന സമയത്ത് എന്റെ നെഞ്ചത്തൂടല്ലാതെ ഇവിടെ വിമാനം ഇറക്കില്ല എന്ന് പറഞ്ഞ ആളുടെ പേര് S ശർമ്മ, ഡിവൈഫൈയുടെ അന്നത്തെ ജില്ലാ സെക്രട്ടറിയാണ്. ആ S ശർമ്മ ഇന്ന് സിയാലിൽ സർക്കാരിന്റെ പ്രത്യേക ക്ഷണിതമായി പോയി കപ്പലണ്ടി കുറച്ചുകൊണ്ടിരിപ്പുണ്ട്. കണ്ണൂർ വിമാനത്താവളം എന്തായിരുന്നു CPM നിലപാട്?
ഗെയിൽ പൈപ്പ് ലൈൻ മണ്ണിനടിയിലുള്ള ഗ്യാസ് ബോംബാണ് എന്ന് പറഞ്ഞ് സമരം ചെയ്ത അന്നത്തെ CPM ജില്ലാ സെക്രട്ടറിയുടെ പേര് അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ. അദ്ദേഹം തന്നെയാണ് കഴിഞ്ഞ ദിവസം പോയി ഈ ഗെയിൽ പൈപ്പ് ലൈൻ ഉൾപ്പെടെ നടപ്പിലാക്കിയത് പിണറായി സർക്കാരിന്റെ കാലത്താണ്. അതിന് ആർജവം കാണിച്ചത് പിണറായി സർക്കാരിന്റെ കാലത്താണ്. അന്ന് അവിടെ വലിയ രീതിയിൽ സമരമുണ്ടായി. മലബാർ മേഖലയിൽ ഉൾപ്പെടെ നമ്മൾ കണ്ട വലിയ സംഘർഷഭരിതമായിരുന്നല്ലോ. അതെല്ലാം നടപ്പിലാക്കിയില്ലേ? അത് ആരോപണങ്ങൾ ആ ഘട്ടത്തിൽ ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ ഉന്നയിക്കുന്നു. ഇപ്പൊ നിങ്ങൾ വിവിധ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കണമല്ലോ വിവിധ ഘട്ടങ്ങളിൽ. അതിനുശേഷം അതൊരു സിസ്റ്റത്തിലേക്ക് വരുന്തോറും അതിനെ റൺ ചെയ്യിക്കുന്നില്ലേ എന്നുള്ളതാണ് ചോദ്യം. വസന്ത്, അവിടെയാണ് ക്രിയാത്മക പ്രതിപക്ഷവും യാതൊരു ഗുണവുമില്ലാത്ത ചുക്കിനും ചുണ്ണാമ്പിനും ഗുണമില്ലാത്ത പ്രതിപക്ഷവും തമ്മിലുള്ള വ്യത്യാസം. ഞങ്ങൾ പ്രതിപക്ഷത്ത് വന്നപ്പോൾ ഞങ്ങൾ തുടങ്ങി വെച്ച പദ്ധതികൾ 3/4% പൂർത്തിയായതാണ് എന്ന് പിന്നിൽ മറക്കരുത്. കൊച്ചി വിമാനത്താവളം ഇവരുടെ കാലഘട്ടത്തിലാണോ വന്നത്? കൊച്ചി മെട്രോ ഇവരുടെ കാലത്തിലാണോ വന്നത്? ഈ ഗെയിൽ പൈപ്പ് ലൈന്റെ ഏത് ഘട്ടം വരെ UDF സർക്കാർ പൂർത്തീകരിച്ചാണ് പോയതെന്ന് ബിന്നിലെ പോലെ ഒരു സീനിയർ മാധ്യമ പ്രവർത്തകൻ ഞാൻ പറഞ്ഞു തരണോ? അപ്പോ ഈ പറയുന്ന വെറും കല്ലിട്ട് മാത്രമാണോ പോയത്? ഉമ്മൻചാണ്ടി ഇട്ട കല്ലിന് മേലൊരു കമ്പെടുത്തു വെക്കാൻ പറ്റിയിട്ടില്ല ഇവരെ സംബന്ധിച്ച്. ഉമ്മൻചാണ്ടി എന്താണോ വിഭാവനം ചെയ്തത് അത് അതേപടി നടന്നു. എന്തുകൊണ്ടാ? രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ഒരു സർക്കാർ എന്ന് പറയുന്നത് കണ്ടിന്യൂയിങ് ഗവൺമെന്റ് ആണ്. അവിടെ പാർട്ടികൾ മാറി വരും. ഉറപ്പായും നയങ്ങളുടെ തുടർച്ച, ഗവൺമെന്റ് പോളിസിയുടെ തുടർച്ചയാണ് മറ്റൊരു പോളിസി. അവിടെ രാഷ്ട്രീയ പാർട്ടികൾ മാത്രമേ മാറുന്നുള്ളൂ. ആ ലോജിക്കിൽ തന്നെയാണ് അവരും ചോദിക്കുന്നത്. ആ കരാർ നടപ്പാക്കുക മാത്രമാണ് ഈ സർക്കാരിന്റെ മുന്നിലുണ്ടായിരുന്ന വഴി. അതിനെ ക്രിയാത്മകമായ രീതിയിൽ നടപ്പിലാക്കുകയും എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന്, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കേന്ദ്രം ആകെ കൊടുത്തത് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് എന്ന് പറയുന്ന പണം മാത്രമാണ്. അതും കടമായിട്ടാണ് നൽകിയത്, തിരിച്ചടയ്ക്കണം. അപ്പോൾ സർക്കാർ ഈ വിധത്തിലൊരു ആർജവം കാണിച്ചു. അത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കാണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രൊജക്ട് അവിടെ വന്നത് എന്ന് പറയുന്നതിൽ എന്ത് തെറ്റാണെന്നാണ് അവർ ചോദിക്കുന്നത്. അവിടെയാണ് പ്രശ്നം പിന്നിൽ പോകുന്നത്. ഞാൻ അതാണ് പറഞ്ഞു വന്നത്. അതായത് ഈ UDF ഗവൺമെന്റിനെ സംബന്ധിച്ച് ഈ പ്രതിസന്ധികൾ ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. അന്നും ഞങ്ങളെ സംബന്ധിച്ച് ഈ പ്രതിസന്ധികളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞങ്ങൾ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം കൊച്ചി വിമാനത്താവളത്തിൽ, കൊച്ചി മെട്രോയിൽ, ഗെയിലിൽ, കണ്ണൂർ വിമാനത്താവളത്തിൽ, ഈ പറയുന്ന വിഴിഞ്ഞത്തടക്കം ഞങ്ങൾ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം വസന്ത്, വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. എനിക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല.